ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ വെറൈറ്റീസ് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ബീഡ്സിൻ്റെ സെക്ഷനിലേക്ക് കിടന്നു. അപ്പോൾ പേസ്റ്റൽ ബീഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ആദ്യം തന്നെ നോർമൽ ബീഡ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കളറ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ലൈറ്റൊക്കെ ഇട്ട് എടുക്കുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് 16 വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇവിടെ ബ്ലൂ, ഈ സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാണ് കളേഴ്സ്. ഇതിപ്പോൾ നല്ല കളേഴ്സാണ്, കളറൊന്നും പോലെ. ഇത് സ്കൈ ബ്ലൂ ആണ്. അപ്പോൾ ഇത് പോത്തേ ഇല്ല, നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ടും മേടിക്കാൻ പറ്റും. ചിലവർക്ക് നമുക്കറിയാം ബീഡ്സ് 10 രൂപയുടെ പാക്കറ്റ് ബീഡൊക്കെ നമുക്ക് സാധാ ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ല. ഇതിലെ കളേഴ്സ് അതിലെ ഒരുമാതിരി കയറി ഇറങ്ങിയ കളേഴ്സും 2 ഡബിൾ കോട്ടിംഗ് ഒന്നും അല്ലാതെയും ഇത് പ്യുവർ നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല ഫിനിഷിങ്ങോടുകൂടിയുള്ള ബീഡ്സാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് 6 mm ബീഡ്സാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. 6 mm നമുക്ക് 16 വെറൈറ്റീസാണ് ഉള്ളത്. ഈ ഒരു ലൈനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ലൈനിൽ വന്നിട്ട് 70 to 77 ബീഡ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് 75 ബീഡ്സ് എങ്കിലും ഉണ്ട്. അപ്പം ഇത് ഒരു പാക്കറ്റായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷെയ്ഡ്സ് വരുന്നത്. ഇതിലിപ്പം ഇതൊക്കെ പീക്കോക്ക് കളറാണ്, നല്ല ഭംഗിയുള്ള. ഇത് ഈ ഒരു ലൈനായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 77 ബീഡ്സോളം ഉണ്ട്. ഇത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്. നിങ്ങൾക്ക് മാല ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ഹെയർ ബോയിൽ വെക്കാനൊക്കെ. ഇതൊരു വയലറ്റ് ഷെയ്ഡാണ്. ഇത് പിങ്ക് ആണ്. നമ്മുടെ കളേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന ഷെയ്ഡ്സാണ്. നല്ല ഫിനിഷിങ്, നല്ല ഡാർക്കായിട്ട് എടുത്തടിക്കുന്ന കളേഴ്സൊന്നും അല്ല. അപ്പോൾ ഈ 4 കളേഴ്സ്, അതേപോലെ ക്രീം, ഇതൊക്കെ വന്നിട്ട് പേസ്റ്റൽ കളേഴ്സിൽ വരുന്നതാണ്. ഡാർക്ക് കളേഴ്സ് ഇവിടെയാണ്. ഇത് ഗ്രീൻ, ലൈറ്റ് ഗ്രീനാണ്, ഡാർക്ക് അടിക്കുന്ന ഗ്രീൻ അല്ല. അപ്പോൾ ഇത് ചിലർക്ക് സംശയമുണ്ട്, ഇത് ഗ്രീൻ ആണോ ഡാർക്ക്. അത് ഗ്രീൻ അല്ല, പീക്കോക്ക് കളറാണ് ഇത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 6 mm കളക്ഷൻസ്. നമുക്ക് അടുത്തതായിട്ട് 4ലേക്ക് പോവാം. 4 mm ബീഡ്സ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4 mm ബീഡ്സ്. 4 mm വയർ ഹെയർ ബാൻഡിൽ കയറുന്ന സൈസാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കയ്യിൽ 8 ഷെയ്ഡ്സാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കാണിച്ച 6 mm ബീഡ്സിൻ്റെ കളേഴ്സൊക്കെ ഇതിലുണ്ട് കേട്ടോ. ലൈറ്റ് കളർ മാച്ചിങ് ആയിട്ട് പോകുന്നത്. നമുക്കിപ്പോൾ മാലയിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം 6 mm വെച്ചിട്ട് അടിയിൽ 6 mm, അതേപോലെ കഴുത്തിൻ്റെ മുകളിലേക്ക് വരുന്തോറും നമുക്ക് ഈ ബീഡ് വേണേൽ ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഇതിൻ്റെ തന്നെ 3 mm ഉണ്ട്. അപ്പോൾ ചില ഷെയ്ഡ്സ് ഇതൊക്കെ നമുക്ക് 6 mm കളേഴ്സൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. 6 mm കൂടുതൽ മൂവിങ് ഉള്ളതായതുകൊണ്ടാണ് നമ്മൾ അതിൽ വെറൈറ്റീസ് ആയിട്ട് 16 എണ്ണം എടുത്തതും. ഇത് നമ്മൾ 3 mm ഒക്കെ ഹെയർ ബോയിൽ അല്ലെങ്കിൽ മാലയിലൊക്കെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് 8 ഷെയ്ഡ്സ് ആയിട്ട് വന്നതും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ 2 ലൈനാണ് കൊടുക്കുന്നത്. ഇതേപോലെ ഇത്രയും ഉണ്ടാവും. 140 ബീഡ്സ് ഉണ്ടാവും. 140 ആ കാറ്റലോഗിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ ഇത് 2 ലൈനായിരിക്കും വരുന്നത്. നമ്മൾ 10 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഈ ത്രെഡ് പൊടിഞ്ഞു പോരും. ഇതേപോലെ നമുക്ക് മാല ഉണ്ടാക്കുന്നത് ഈ ത്രെഡ് തന്നെയാണ്, വലിച്ച ഒട്ടത്തില്ലാത്ത ത്രെഡാണ്. ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഇത് നമുക്ക് ഒച്ചയൊക്കെ കേൾക്കാവില്ല, ബീഡ്സ് കുലുക്കുന്ന. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ 4 mm ബീഡ്സിൻ്റെ കളക്ഷൻസ്. ഇനി നമുക്ക് 3 mm പോവാം. 3 mm കുറച്ചും കൂടെ കൂടുതലുണ്ട്. ഇത് വന്നിട്ട് 3 mm ബീഡ്സാണ്. ഇത് നിങ്ങൾക്കറിയാം, സെയിം ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ, സെയിം കാറ്റഗറി. ഇത് വന്നിട്ട് 2 ലൈനാണ്. 180 ബീഡ്സ് ഉണ്ട്. 180 ബീഡ്സ് ഉണ്ടാവും. ഇത് ഇതേപോലെ ഇത്രയാണ് വരുന്നത്. 180 ബീഡ്സോളം ഉണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ്. ഇപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ
ഇത് വന്നിട്ട് നമ്മുടെ 4mm ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 6mm കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. മാലയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇത് ചെറുതിടുക, പിന്നെ വലുതിടുക, 6mm ഇടുക, കുറച്ച് വലുത് കഴുത്ത് കാണുന്നിടത്ത് ബാക്കിലേക്ക് ഇതും ഇട്ടാൽ മതി. എന്നിട്ട് പിരിയൊക്കെ വെക്കാം. ഇതിൻ്റെ തന്നെ നമ്മുടെ കളർ ഷെയ്ഡുകളാണ് എല്ലാം ഉള്ളത്. മിക്കതും ഇത് യെല്ലോയ്, ഇത് അതേപോലെ തന്നെ ഈ ഒരു കളേഴ്സ് നമ്മളങ്ങനെ മാച്ചിങ് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലും മോഡലാക്കി ചെയ്യാൻ പറ്റും. വൈറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ കളേഴ്സ് ചിലത് വന്നിട്ട് ഇതൊക്കെ നമ്മൾ സാമ്പിളായിട്ട് എടുത്തേക്കുന്നതാണ്. ടിയാര ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കൂടുതൽ എടുക്കുന്ന ബ്ലൂ അങ്ങനെ. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട്. ഇതിപ്പോൾ മാല ഉണ്ടാക്കാൻ നമ്മൾ അറിയാമല്ലോ, പേസ്റ്റ് ഏകദേശം ഒരു കളേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക. ഇത് 1 2 3 4 5 6 7 ഓൾമോസ്റ്റ് 7 കളേഴ്സ്, ഇത് 8 കളേഴ്സോളം നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ടിയാര ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസ് ബീഡ്സാണ്. ഇത് വയർ ഹെയർ ബാൻഡിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3 ആയം കൊണ്ട് കയറത്തില്ല. ഇത് നമ്മൾ ടിയാരയെ മാത്രം ഉണ്ടാക്കുന്നതാണ്. വയർ ഹെയർ ബാൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ഇത്. പിന്നെ വയർ ഹെയർ ബാൻഡിൽ വേണേൽ ചുറ്റാം, വട്ടം ഇങ്ങനെ ചുറ്റി നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാതെ കയറത്തില്ല ബീഡ്. അതിന് നമ്മൾക്ക് നേരത്തെ കാണിച്ച 4ഉം കയറും 6ഉം കയറും. ഈ ബീഡ് സുഖമായിട്ട് കയറും. ചെറുതും വലുതും അങ്ങനെ വേണം ഇടാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബീഡ്സിൻ്റെ കളക്ഷൻസ് ഉള്ളത് നമ്മുടെ കയ്യിൽ. ഇത് വന്നിട്ട് 9 എണ്ണവും 4mm വന്നിട്ട് 8 എണ്ണവും 6mm വന്നിട്ട് 16 വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത്. 2 ലൈൻ 10 രൂപ, 80 എണ്ണം 180 എണ്ണം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ സെക്ഷനിൽ ബീഡ്സിൻ്റെ സെക്ഷനിൽ ഇതിൽ നമ്മൾ വന്നിട്ട് അടുത്തതായിട്ട് പേസ്റ്റൽ ബീഡ്സ് ആണ്. കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ പ്രാവശ്യം പേസ്റ്റൽ ബീഡ്സ്. നമുക്കത് കണ്ടു നോക്കാവേ. ഹലോ, അപ്പം നമ്മൾ ഇതാണ് പേസ്റ്റൽ ബീഡ്സ് വന്നിട്ട്. ഇതിൽ വന്നിട്ട് നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് 6 ഇതേപോലെ ഇത് 5. അപ്പം ഇതിൽ വന്നിട്ട് ഈ 4 ലൈൻ, ഈ 4 ബീഡ്സും പേസ്റ്റൽ ബീഡ്സിൽ റൗണ്ട് കളേഴ്സാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് വന്നിട്ട് ഷൈനിങ് ഇല്ലാത്ത പേസ്റ്റൽ ബീഡ് മാറ്റ് ഫിനിഷിങ്ങിൽ. ഇത് വന്നിട്ട് ചെറിയ ഷൈനിങ് ഉള്ള ബീഡ്സ്. ഇത് വന്നിട്ട് റോസിൻ്റെ ഒരു മോഡലുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ നോർമൽ സാധാ കൊടുക്കുന്ന ബീഡ്സ് ആയിരുന്നു. അപ്പോൾ ഈ 4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ പേസ്റ്റൽ ബീഡ് മിക്സ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ളതാണ്. ഇതേപോലെ ഹോളുള്ള ടൈപ്പ്. പിന്നെ ഇത്രയും ഞാൻ ഒരുമിച്ച് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടായിരിക്കും. 10 ഗ്രാം എല്ലാം മിക്സ് ചെയ്തായിരിക്കും തരുന്നത്. നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഏതാണെന്ന്. അതല്ല എങ്കിൽ ഈ 4 ബീഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഞാൻ വെക്കുക. കാരണം നിങ്ങൾക്കില്ല മിക്സാക്കി 10 ഗ്രാം വെച്ചാൽ കാര്യമില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വെക്കുക. പ്ലസ് ഇതെല്ലാം മിക്സ് ചെയ്തുമായിരിക്കും വെക്കുന്നത്. ലെറ്റർ ബീഡ് ഉണ്ടാവില്ല കേട്ടോ മിക്സ് ചെയ്ത് വെക്കുന്നതിൽ. ഇത് അല്ലാതെ കൊടുക്കുന്നതാണ്. ലെറ്റേഴ്സായിട്ട് 2 ലെറ്റേഴ്സ് സെറ്റായിട്ട് കൊടുക്കുന്നത്. ലെറ്റേഴ്സ് തൂങ്ങിക്കിടക്കുന്ന ലെറ്റേഴ്സാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഹാർട്ടിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ഹാർട്ടിൻ്റെ ഉണ്ട്, ലോക്കറ്റായിട്ട് യൂസ് ചെയ്യുന്ന. പിന്നെ ഷെല്ലാണ്. ഇതേപോലെ ബീഡ് ഇതിൽ ഇറക്കി വരുന്നതാണ്, ഇങ്ങനെ വരും. പിന്നെ ക്രൗണാണ്. ബീഡ് കയറ്റുന്ന ഈ സൈഡിൽ കൂടിയാണ്. ഹാർട്ട് ഷേപ്പും മുകളിൽ കൂടെ ഇറക്കുന്ന. പിന്നെ റോസാണ്. റോസ് ഈ ഒരു ടൈപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ ആയിട്ട്. ഇതേപോലെ തന്നെ സ്റ്റാർ. പിന്നെ ഈ ഫ്ലവേഴ്സ് രണ്ടും ചെറുതും വലുതുമാണ്. ഇതുണ്ട് ഇത്രയും വ്യത്യാസത്തിലാണ്. ഒരിച്ചിരി ചെറുതും വലുതുമായിട്ടാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ബീഡ്സ് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹോളിൽ കൂടെ ഇട്ടിട്ട് ഇതിലെടുക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് വേണേൽ നമ്മുടെ 6mm ബീഡ്സ് ഇറക്കി കയറ്റാം. ഇപ്പോൾ പിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വെറൈറ്റി കളേഴ്സ് ഇതേപോലെ നല്ല ഭംഗിയിൽ മിക്സാക്കി ഒരു ഫ്ലവർ പോലെ തന്നെ വരും, നടുക്കൊരു വട്ടമായിട്ട്. അപ്പോൾ ഇതേപോലെ യൂസ് ചെയ്യാം. പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ച ബോ ഐറ്റം വന്നിട്ടുണ്ട്. ബോ ഇതാണ്. പിന്നെ ഈ ഒരിത്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയത്. നമ്മുടെ പഴയത് സ്റ്റോക്ക് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി കാറ്റലോഗിൽ ആഡ് ചെയ്തത് കൊണ്ടാണ് നമ്മളത് ഇടാതെ ഇരിക്കുന്നത്. 17 വെറൈറ്റീസാണ് ഇത്രയും ഐറ്റംസ് വരുന്നത്. ഇതിൽ തന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ
ഇത് കാർട്ടിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് വേറെ ഒരു പേസ്റ്റൽ ബീഡ്സിൻ്റെ സെക്ഷനും മറ്റേത് വേറെ ഒരു സെക്ഷനും ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നോക്കുക ഇതിലുള്ളത് ഐറ്റംസ് ആണോ വേണ്ടത് അതോ മറ്റേതാണോ. മറ്റേതിൽ ബട്ടർഫ്ലൈയും അതേപോലെ ഹാർട്ട് ഷേപ്സ് അങ്ങനത്തെ കുറച്ച് ബീഡ്സുകളാണ് വരുന്നത്. ഇതിൽ വന്നിട്ട് ഇത്രയും കാറ്റഗറി ആയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ 10 ഗ്രാം എടുക്കുമ്പോൾ 15 രൂപയ്ക്ക് ഇത് 1, 2, 3 പീസോ അല്ലെങ്കിൽ 2 പീസ് വീതം ഒക്കെ ആയിരിക്കും എല്ലാം വരിക. അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് മിക്സ് ചെയ്യാതെ ഏതാ വേണ്ടിയെങ്കിൽ അതും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്നത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഇത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ ഐറ്റംസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിലും കുറയും. അതേപോലെ ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ള സാധനം കൊണ്ട് 10 ഗ്രാമിൽ തന്നെ കുറച്ചേ സാധനം വരത്തുള്ളൂ. നമ്മളിത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. പിന്നെ ഇത്രയും ഐറ്റംസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.